എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻറ്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞത്. അപ്പോൾ അത് ബിഗ് ബോസ് ഒതുക്കിയായിട്ട് തോന്നുന്നു. അപ്പം ശരി, ഞാൻ പൊക്കോട്ടെ. അത് ബിഗ് ബോസ് ഇല്ല, എനിക്ക് തോന്നുന്നില്ല അത് എങ്ങനെ അത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇന്നലെ രാത്രി നടന്നിട്ടുള്ള കാര്യവും അതുപോലെ ഇന്ന് രാവിലെ ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാനുള്ളത്. അപ്പം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുഴിഞ്ഞിട്ടും കൂടെ ഒന്ന് പോണേ കമൻറ്റ് രൂപത്തിൽ. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ബിഗ് ബോസ് ഗെയിം കളിക്കുന്നത് അവിടെയുള്ള കണ്ടസ്റ്റൻസുമായിട്ടല്ല, പ്രേക്ഷകരുമായിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ കമൻറ്റും വിലപ്പെട്ട് നിങ്ങൾ എഴുതി വിടുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങളാണെന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിലെ എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പം ഇന്നലെ രാത്രിയിൽ ഒരു സംഭവം ഉണ്ടായി. നമുക്കറിയാം, തക്കുടുവാവ, അവിടുത്തെ തക്കുടുവാവ ഉണ്ടല്ലോ, തക്കുടുവാവ, ബിഗ് ബോസിൻ്റെ തക്കുടുവാവ റെനെ കയറി പിടിക്കാൻ പോയി. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം, ആ കാര്യം ഞാൻ പറയാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പ്രവീൺ പുറത്തിറങ്ങിയല്ലോ. പ്രവീൺ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പ്രവീൺ ഒരു ചാനലിന് കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൽ പ്രവീൺ ഒരു സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ കേൾക്കാൻ ആരെങ്കിലും വായിന്ന്, ഞാൻ ഉള്ള കാര്യം ഞാൻ പറയണം, അവിടെ നിന്ന് ഇറങ്ങുന്ന ആരെങ്കിലും വായിന്ന് ഈ ഒരു സംഭവം വീഴും കേൾക്കാം എന്നൊരു പ്രതീക്ഷയോടെ ഇരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അനുമോള് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ജിസേലിൻ്റെയും ആര്യൻ്റെയും പ്രശ്നം, അന്നാലും അനുമോള് നിലപാടെടുത്ത് ഉറച്ചു നിന്ന് പറഞ്ഞിട്ട് അവിടെ ലാലേട്ടൻ്റെ മുമ്പിൽ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അനുമോൾ എന്ത് തേങ്ങയാണ് കണ്ടതെന്ന് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു ലാലേട്ട എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. നിലപാടിൻ്റെ അങ്ങേ അറ്റം എന്ന് വേണമെങ്കിൽ പറയാം, എക്സ്ട്രീം ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നിലപാട്. അപ്പോൾ ആ കാര്യം അനു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. സത്യമാണെന്ന് പ്രവീണിൻ്റെ വായിന്ന് അറിയാതെ സംഭവം വീണിട്ടുണ്ട്. പുള്ളിക്കാരൻ അറിയാതെ പറഞ്ഞതാണ്. ഇനി ചിലപ്പോൾ അടുത്ത ഇന്റർവ്യൂവിൽ വന്ന് ചിലപ്പം മെഴുകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ ഞാൻ ഓർക്കാപ്പുറത്ത് പറഞ്ഞതാണ്. ചിലപ്പം രേണുസുതി പറയുന്ന പോലെ ഞാൻ ഡ്രോമയുടെ പുറത്ത് പറഞ്ഞതാണെന്ന് ചിലപ്പോൾ പറഞ്ഞു കളയും. പക്ഷേ എന്തായാലും പുള്ളിക്കാരൻ 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 2 ചാനലിൽ, 2 അല്ല, അവിടെ വന്നിട്ടുള്ള എല്ലാ ചാനലുകാരെല്ലാം കൂടെ കൂട്ടമായിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പം അവിടെ വന്നിട്ടുള്ള എല്ലാ ചാനലിനകത്തും ഈ സാധനം കിട്ടിയിട്ടുണ്ട്. പ്രവീൺ അത് കണ്ടു എന്ന് പ്രവീണും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രവീൺ പറയുന്ന കാര്യം കേൾക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നലെ രാത്രി തക്കുടുവാവയുടെ സംഭവങ്ങളുണ്ടല്ലോ, ലീലാവിലാസങ്ങൾ, അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. പ്രവീൺ പറയുന്ന ആ കാര്യം ഞാനിവിടെ വയ്ക്കാം. ഞാനതാ പറഞ്ഞു, ജിസേലിൻ്റെ ആരിനെ കുറിച്ച് പറയാനാണ്. നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോൾ പറഞ്ഞാൽ ഒരു എക്സ്റ്റെൻറ്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞത്. അപ്പോൾ അത് ബിഗ് ബോസ് ഒതുക്കിയായിട്ട് തോന്നുന്നു. അപ്പം ശരി, ഞാൻ പൊക്കോട്ടെ. അത് ബിഗ് ബോസ് ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അത് എങ്ങനെ അത് ആണോ അല്ല, അവർക്ക് കൂടുതൽ ഫേവർ കൊടുക്കുമ്പോഴല്ലേ അങ്ങനെ സാധനം പുറത്ത് വരാതിരിക്കുന്നത്? അത് ആയിരിക്കാം. അത് ഷോടെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ നിന്നിട്ട് എൻ്റെ കോണ്ടന്റുകളൊന്നും വെളി വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് തന്നെ അങ്ങനെ രീതിയിലും കാണിക്കണം. കേട്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ, അവിടെ നടന്നൊരു കാര്യം കണ്ടു എന്ന് സത്യസന്ധമായിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ സത്യസന്ധമായിട്ട് ലാലേട്ടൻ്റെ മുമ്പിൽ അവിടെ മാറ്റിപ്പറയാതെ കണ്ട കാര്യം, തല പോയാലും കള്ളം പറയത്തില്ലെന്ന ഒരു നിലപാടിൽ ഉറച്ചു നിന്ന് സംസാരിച്ച അനുമോക്കെതിരെ എന്തെല്ലാമാണ് ആൾക്കാർ പടച്ചു വിട്ടത്. PR ടീമുകളും മറ്റുള്ള ആൾക്കാരും മറ്റുള്ള ആർമി ഫാൻസുകാരും എന്തൊക്കെയാണ് ഉണ്ടാക്കി വിട്ടത്. കുലസ്ത്രീ, നാട്ടുംപുറത്തുകാരി, അല്ലെങ്കിൽ പുരോഗമന ചിന്താഗതിക്കാരി, സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം പുരോഗമന ചിന്താഗതിക്കാർ, തന്ത വൈബ്, മറ്റേ വൈബ്, മറിച്ച വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്കെല്ലാം അങ്ങോട്ട് വയറ് നിറഞ്ഞോ, തൃപ്തിയായോ? അവിടെ നിന്നിട്ടുള്ളൊരു കണ്ടസ്റ്റൻസിന്റെ വായിൽ തന്നെ വീണല്ലോ. സത്യം നിങ്ങൾ കേട്ടല്ലോ. അവിടെ അനു കണ്ടിട്ടുള്ള കാര്യം പ്രവീണും കണ്ടിട്ടുണ്ടെന്ന് പ്രവീൺ ഇപ്പം പറഞ്ഞിരിക്കുകയാണ്. അന്ന് അത്രയും എന്നുവെച്ചാൽ ലാലേട്ടൻ അത്രയും ഫയർ ചെയ്തിട്ട് പോലും അനു ഒരു കല്ല് പോലെ അവിടെ ഉറച്ചു നിന്നിട്ട് ആ പറഞ്ഞ നിലപാടിൽ ഞാൻ കണ്ടു ലാലേട്ട, വേറൊന്നും ലാലേട്ടനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിച്ചില്ല. താഴ്മയോടെ വിനയത്തോടു കൂടി ഞാൻ കണ്ടതാണ് ലാലേട്ട എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെയൊക്കെ വളച്ചൊടിച്ച് പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടനെ റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ കണ്ട കാര്യം, അവിടെ നടന്നിട്ടുള്ള കണ്ട കാര്യം, അത് കണ്ടതുപോലെ പറയുന്നതിന് എന്താണ് കുഴപ്പം? അപ്പം അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ഷോ ആണെങ്കിലും ഒറിജിനൽ എന്ന് പറയുന്ന സാധനമുണ്ട്.
എല്ലാവരും പറയണല്ലോ അവിടെ ഞാൻ റിയലാണെന്ന് പറയുമല്ലോ. സത്യം പറഞ്ഞാൽ അവിടെ ഇപ്പോൾ നിങ്ങൾ കൂട്ടിക്കോ, അവിടെ നിൽക്കുന്ന വ്യക്തികളിൽ അനുമോള് മാത്രമാണ് 100% റിയലായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി, ജെന്യൂനായിട്ട് നിൽക്കുന്ന ഒരാൾ. അനുമോളുണ്ട്, അനുമോളെ കൂടെ തന്നെ അനീഷുണ്ട്, ഷാനവാസ് ഉണ്ട്, ഇവരൊക്കെ ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വിഷയത്തിൽ അന്ന് അനുമോളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തൊരു മറുപടി പ്രവീൺ അവിടെ നിന്നിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ വേറെ ആരുമല്ല. ഇത് പ്രവീണും കണ്ടിട്ടുണ്ട് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ എന്തായാലും സത്യം എന്തായാലും ജനങ്ങൾ അറിഞ്ഞു. കാരണം അനുമോള് കള്ളം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെ നിന്നൊരു വക്കീലെന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഇറങ്ങിപ്പോയല്ലോ, 35 ദിവസം 40 ദിവസമാണ് അതിനകത്ത് നിന്നിട്ട്, ഇവരെ കൂടെ നിന്നിട്ട് 35 ദിവസം അതിനകത്ത് നിന്നിട്ട് ഇറങ്ങിപ്പോയിട്ട് ആ ആള് പോലും അവിടെ നടന്നിട്ടുള്ള ഈ ഒരു കാര്യം പോലും സത്യസന്ധമായിട്ട് വെളിയിറങ്ങി വന്നിട്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും അനുവിന്റെ കൂടെ ഒട്ടി നടന്ന പുള്ളിക്കാരിയും ഇത് കണ്ടു കാണുമല്ലോ. ഈ പ്രവീൺ കാണുമെങ്കിൽ, പ്രവീൺ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അവർ പറയാത്തയാണ്, ഇത് പേടിച്ചിട്ട് പറയാത്തയാണ്, അല്ലാതെ വേറൊന്നുമല്ല, പേടിച്ചിട്ട് പറയാത്തയാണ്. ഇപ്പം തന്നെ പ്രവീൺ ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് എൻ്റെ പല വിഷ്വൽസും അവിടെ ഒന്നും കാണിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചിലപ്പം ബിഗ് ബോസ് ടീം ചിലപ്പം അവരുടെ ലൈഫ് സ്പോയിൽ ആവണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം അങ്ങനെ ഒരു ഇതിൽ മാറ്റി ആ ഒരു ഇത് സ്ക്രിപ്റ്റ് അങ്ങനെ കൊണ്ടുപോയത്. ലാലേട്ടൻ വരുന്ന സമയത്ത് അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നതും ഒക്കെ അങ്ങനെ അത്, കാരണം ഈ എന്തൊക്കെ പറഞ്ഞാലും ഇവർക്കൊരു ലൈഫ് ഉണ്ടല്ലോ പുറത്ത്, 100 ദിവസം കഴിഞ്ഞിട്ട് ഒരു ലൈഫ് ഉണ്ടല്ലോ. അപ്പം ഇത്രയും ഒരു ആരോപണം അത് ശരിയാന്ന് കാണുമ്പോഴത്തേക്ക് പുറത്ത് ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും. കാരണം ഫാമിലി ആയിട്ട് ലക്ഷക്കണക്കിന് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുട്ടികളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ്. അപ്പോൾ ആ ഷോയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് അറിയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇതിനെതിരെ രംഗത്ത് വരും. അല്ലാതെ തന്നെ ഒരുപാട് പേര് ഇതിനെതിരെ ബിഗ് ബോസ് ഷോയ്ക്കെതിരെ കുറ്റം പറയുന്നുണ്ട്. അപ്പം ആ ഒരു ഷോയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാം ബിഗ് ബോസ് ടീം അതങ്ങനെ മാറ്റി പറഞ്ഞത്. ചിലപ്പോൾ അവർക്കും അറിയായിരിക്കാം, അനു കണ്ടിട്ടുണ്ട് ഇങ്ങനെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്കും അറിയായിരിക്കാം. ഷോയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാം അവരങ്ങനെ ആ ഒരു ഇത് ലാലേട്ടനെ കൊണ്ട് പറയിച്ചത്. അപ്പം ഇതിൽ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ലടേ. അനുവിൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. അതിൽ അനുമോളെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ കേട്ടോ. ഇനി കഴിഞ്ഞ ദിവസം രാത്രി നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ലാലേട്ടൻ പോയി കഴിഞ്ഞിട്ട് അവിടെ രാത്രി ഒനിയൻ സാബുവും അതുപോലെ അഭിലാഷും സാബുമാനും കൂടെ ചേർന്നിട്ട് കുറച്ച് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത നോമിനേഷനിൽ ആരെ നോമിനേറ്റ് ചെയ്യണമെന്നാണ് അവരെ ചർച്ച. അപ്പം അതിനകത്ത് ഈ അഭിലാഷ് പറയുന്ന കാര്യമുണ്ടല്ലോ, കറക്റ്റ് കാര്യമാണ്, പക്കയായിട്ടുള്ള കാര്യമാണ്. അഭിലാഷ് പറയുവാണ് അനുമോളെ നമുക്ക് നോമിനേറ്റ് ചെയ്യേണ്ട, അനുമോൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ്, നോമിനേറ്റ് ചെയ്താലും കൊണ്ടിട്ടാലും അനുമോളൊന്നും പോകത്തില്ല, അപ്പം വെറുതെയാണ് അവരെയൊക്കെ നോമിനേഷൻ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് ഇവിടുത്തെ ഏറ്റവും വീക്കായിട്ടുള്ള പ്ലെയർ ആരാണോ അവരെ നോമിനേറ്റ് ചെയ്യുക, അവരെ നോമിനേറ്റ് ചെയ്ത് പുറത്ത് വിടുക. അല്ലെങ്കിൽ എന്തെന്നറിയോ, അവരെ അവിടെ നിർത്തിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആളെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ടുണ്ട്, അവർ പോകത്തില്ല. അത് നമുക്ക് തന്നെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ അത് വരും, അവസാനം നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന ആളെ നോമിനേറ്റ് ചെയ്യും. അപ്പോൾ അത് അടുത്തിരുന്ന് കേൾക്കുന്ന ആരാന്നറിയോ, സാബുമാൻ. അവിടുത്തെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു സാബുമാൻ. ഈ പ്രവീണിനെക്കാലമൊക്കെ അവിടെ പോകേണ്ടത് സാബുമാനായിരുന്നു. കാരണം അവിടെ ഇത്രയും ദിവസമായിട്ട് കയറിയിട്ട് ബിഗ് ബോസ് പോലും പറഞ്ഞാണ് കയറിയിട്ട് ഒരു കോണ്ടന്റും ഒന്നും സംസാരിക്കുക പോലും ചെയ്യാത്ത വ്യക്തിയാണ് ഈ സാബുമാൻ. എന്തായാലും അഭിലാഷ് പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ് കേട്ടോ. അഭിലാഷിന്റെ ബുദ്ധി അപാര ബുദ്ധിയാണ്. കാരണം അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവിടെ വീക്കായിട്ട് നിൽക്കുന്ന ആരാണോ അവരെ പുറത്തോട്ട് വിടുക. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ നമ്മളിനി എത്ര നോമിനേറ്റ് ചെയ്യാലും അനുമോള് പോകത്തില്ല, അതുപോലെ ഷാനവാസ് പോകത്തില്ല, അക്ബർ പോകത്തില്ല, ഇവരാരും പോകത്തില്ല, ഇവർക്കൊക്കെ നല്ല സപ്പോർട്ട് വെളിയിലുണ്ട്. അപ്പം ഇത് ഈ സപ്പോർട്ട് കുറവുണ്ടെന്ന് തോന്നിക്കുന്ന ആൾക്കാരെ, അതുപോലെ ഇവിടെ വീക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒരു കാര്യവും ചെയ്യാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ടീംസിനെയൊക്കെ നമുക്ക് പിടിച്ച് നോമിനേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഈ സാബുമാൻ അതിനകത്ത് ഉൾപ്പെട്ടൊരു വ്യക്തിയാണെന്ന് സാബുമാനും അറിയാം, ഈ അഭിലാഷിനും അറിയാം. എന്തായാലും ഈ വട്ടം അഭിലാഷ് ഉറപ്പായിട്ടും സാബുമാനെ നോമിനേറ്റ് ചെയ്യും, അതിൽ വേറൊരു ഡൗട്ടും ഇല്ല, മുമ്പിരുത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരം നിവിൻ ആര്യൻ്റെ ബെഡിൽ പോയി കിടക്കുന്നു. അപ്പം എണ്ണിക്കിടാന്ന് പറയുന്നു. അപ്പം നിവിൻ എണ്ണിക്കാതെ കിടക്കുന്നു. അപ്പോൾ ആര്യൻ നിവിൻ്റെ ബെഡിൽ പോയി കിടക്കുന്നു. അപ്പം അവിടെ നിൽക്കുന്ന റെന ഫാത്തിമ ഉണ്ടല്ലോ, റെന ഫാത്തിമ അവിടുന്ന് ഇവൻ എണ്ണിച്ച് പിന്നെ ആര്യൻ എണ്ണിച്ച് അവിടെ നിന്ന് വരുന്ന സമയത്ത് റെന ഫാത്തിമ ഓടിപ്പോയിട്ട് ആര്യൻ്റെ ബെഡിൽ കയറി കിടക്കുന്നു. അപ്പോൾ ആര്യൻ ഓടി വന്നിട്ടുണ്ടല്ലോ, റെന ഫാത്തിമയുടെ മണ്ടയിലോട്ട് അങ്ങോട്ട് കയറി ചാടിയൊരു വീഴക്കം. സത്യം പറഞ്ഞാൽ ആ വീഡിയോ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും റെന ഫാത്തിമയെ തൊട്ടിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്. മണ്ടയിലോട്ട് ചാടി അങ്ങോട്ട് വീഴുവാണ്. ഇവൻ എന്തൊരു വാഴയാണ്, ഇവൻ ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്.
ഈ ഷോയിൽ ഇങ്ങനത്തെ ഈ കോഴിത്തരം കാണിക്കണമെങ്കിൽ ഇവൻ എന്തൊരു അത് ഒരു 18-19 വയസ്സെങ്ങാണ്ടുണ്ട് റന ഫാത്തിമയ്ക്ക്. ആ കൊച്ചാണെങ്കിൽ പേടിച്ച് നിലവിളിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. എന്നിട്ട് അവിടെ കയറി കിടന്നിട്ട് ബിന്നി എടുത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യട്ടെ. അപ്പൊ ബിന്നി പറയുന്നുണ്ട്, നിനക്കതൊരു ഇതായിട്ട് തോന്നി, ഒരു ബാഡ് ഇന്റൻഷനോട് കൂടിയാണ് അവൻ അത് ചെയ്തെങ്കിൽ, അങ്ങനെയാണ് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ പ്രതികരിക്കുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് കളയുക. ഇതൊക്കെ ഉറപ്പായിട്ട് പ്രതികരിക്കണം, ഇതൊന്നും വിട്ടുകളയാൻ പറ്റത്തില്ല. മസ്താനിയുടെ വിഷയം പ്രതികരിച്ചല്ലോ, മസ്താനിയുടെ വിഷയം പ്രതികരിച്ചല്ലോ. അപ്പൊ ഇത് എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല? പേടിയാണോ? റെനമോക്ക് പേടിയാണോ? ഇത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇവൻ ഈ ആവർത്തിക്കും. ഈ തക്കടുമോൻ ആവർത്തിക്കത്തേ ഉള്ളൂ. ഇത് തക്കടുമോൻ എന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ തക്കടുമോൻ എന്ത് ചെയ്താലും അവൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ഒന്ന് തലോടി വിടുന്നതാണ് നമ്മൾ കാണുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നു ഇവൻ ഇത് ചെയ്യാനുള്ള, ഇവനിക്കിപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ള പ്രേരണ കൂടി. കാരണം ഇവ നോക്കുമ്പോൾ എന്താണെന്നറിയോ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ബിഗ് ബോസ് ഉണ്ടല്ലോ കടുത്തൊരു നടപടി എടുക്കുന്നില്ല. ഇപ്പൊ മസ്താനിയുടെ കേസ് ആയിക്കോട്ടെ, അതുപോലെ ലക്ഷ്മിയുടെ കേസ് ആയിക്കോട്ടെ, അപ്പൊ ഇതിലൊന്നും കടുത്തൊരു തീരുമാനം എടുക്കുന്നില്ല. അപ്പൊ എന്താ, ഇവനിക്കൊരു ധൈര്യമായി സ്ത്രീകൾക്ക് മേലെയുള്ള ഇതുപോലുള്ള അതിക്രമങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ ചെയ്യാന്നുള്ളൊരു വിശ്വാസം ആയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇവ അറിഞ്ഞു വെച്ചു അറിയാതെയാന്ന് പറയില്ലേ, അവിടെ ഒരാൾ കിടക്കുന്നത്, റെന ഫാത്തിമ അവിടെ കിടക്കുന്നത്, ഇവർ ഓടി വന്നിട്ട് ആ കൊച്ചിന്റെ മണ്ടയിലോട്ട് കയറി ചാടി ഇങ്ങോട്ട് കിടക്കും. ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ഇല്ലേ? അല്ലെങ്കിൽ അങ്ങനെയാണോ ഒരു 18-19 വയസ്സുള്ള ഒരു പ്രായപൂർത്തിയായിട്ടുള്ളൊരു കൊച്ചിന്റെ അടുത്ത് കാണിക്കേണ്ട വേലയാണോ ഇവൻ കാണിച്ചത്? ഇനി ഇതിനെ ന്യായീകരിക്കാൻ വരുന്ന കുറെ ടീമുകളുണ്ട്. ഉളുപ്പുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവന് മുളയിലേ നുള്ളണമായിരുന്നു, അതാണ് വേണ്ടുന്നത്. ഇവൻ എന്തുവാണ് കാണിക്കുന്നത്? ഇവൻ ജിസേലിന്റെ അടുത്ത് കാണിക്കുന്നത്, അത് ജിസേലിന്റെ അടുത്ത് പോയി കാണിക്കുക. അത് ഹിന്ദിക്കാരി അവിടെ എവിടെയും പോയി കിടന്നിട്ട് അവിടുത്തെ കോലത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പെണ്ണാണെങ്കിലും പറയാം. ഇത് നമ്മുടെ ഈ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഇത് പ്രേക്ഷകർ ഇത് നിസ്സാരമായിട്ട് കാണുമോ? ഇല്ല. എന്തായാലും ഈ സാധനം ഏഷ്യനെറ്റ് എപ്പിസോഡിൽ ഉൾപ്പെടുത്തി അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇത് തന്നെ കത്തും എന്നൊരു ഡൗട്ടില്ല. ഫയറാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിലോട്ട് ഈ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ബിഗ് ബോസും ജനങ്ങളും തമ്മിലുള്ള ഒരു ഗെയിമാണ്. ഇനി ഇത് വെച്ചിട്ടായിരിക്കും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നല്ല രീതിയിൽ ഫയർ ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇതൊരു ചർച്ചയാക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് ഇതെടുത്തിട്ട് ഇതിലോട്ട് കൊടുക്കുന്നത്. അല്ല, ഇത് ഉറപ്പായിട്ടും കട്ട് ചെയ്ത് വിടത്തേയുള്ളായിരുന്നു. കാരണം കാരണം ഇത് കാണുമ്പോൾ അറിയാം, ഇത് സത്യം പറഞ്ഞാൽ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. അറിഞ്ഞുകൊണ്ട്, ഇത് അറിയാതെ ഒരാൾ വന്ന് മലനടിച്ച് വീണ് അറിയാതെ കിടക്കുവാണെങ്കിലും തിരിഞ്ഞു വന്ന് വീണ് കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഓടി വന്നിട്ട് ചാടി ഒരു വീഴക്കുവാണ് ആ കൊച്ചിന്റെ പുറത്തോട്ട്. അപ്പം നിലവിളിച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഓടുവാണ് തന്നെ അവിടെ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇത് വളരെ മോശമായിപ്പോ. ഇവനെയൊക്കെ എപ്പോഴേ പിടിച്ച് വെളിയിൽ കളയേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ നെവിന്റെ അടുത്ത് ആര്യൻ എണീച്ച് പോടാന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഈ റെന ഫാത്തിമയുടെ അടുത്തും പറയായിരുന്നു. നേരെ മറിച്ച് ഇപ്പൊ എന്താണ് ചെയ്തത്? ചാടി അങ്ങോട്ട് മണ്ടയിലോട്ട് വീഴുകയാണ് ചെയ്തത്. അപ്പോഴത്തേനും ആ കൊച്ച് പേടിച്ച് നിലവിളിച്ച് കയറി ഓടി. അപ്പൊ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ട് അറിഞ്ഞു ചെയ്തൊരു ഇന്റൻഷനോട് കൂടി ചെയ്തൊരു സംഭവമാണ്. ഇത് തെറ്റ് ആണ്, അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഇവ കാണിച്ച വെറും തെമ്മാടിത്തരമാണ്, അങ്ങേയറ്റത്ത് തെമ്മാടിത്തരമാണ് വേണമെങ്കിൽ പറയാം. കാരണം നേരെ ആ കൊച്ച് നിലവിളിച്ചില്ലാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതിനെ മണ്ടയിലോട്ട് ചെന്ന് വീണങ്ങ് കെട്ടിപ്പിടിച്ചും കടന്നേനെ. എന്തോടെ ഇവനൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇതിനകത്ത്? ജനങ്ങൾ, പ്രേക്ഷകർ, ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ ഇല്ല. അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് രാവിലെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ചർച്ചകളൊക്കെ നടന്നിട്ടുള്ളത്. ഭയങ്കര ചർച്ച. അപ്പൊ എല്ലാവരും എല്ലാവരും ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. മറ്റേ അതുപോലെ പുതപ്പ് വിഷയം പോലെ. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വരുന്ന സമയത്ത് മിക്കവാറും ഇതിനെതിരെ നല്ല രീതിയിൽ ഫയർ ചെയ്യും. നിങ്ങൾക്ക് നാണം ഉണ്ടോ എന്ന് ചോദിക്കും, ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി. മിക്കവാറും അത് ലാലേട്ടൻ മിക്കവാറും ചോദിക്കും ഈ വരുന്ന എപ്പിസോഡിലും, ലാലേട്ടൻ്റെ എപ്പിസോഡിലും. അങ്ങനെ ഇതുമായിട്ട് സംസാരിക്കുന്നു. അപ്പം ആരും പറയുന്നുണ്ട്, സോറി പറഞ്ഞിട്ടുണ്ട്. അളിയൻ സോറി പറഞ്ഞു. ഇവിടെ സോറി അല്ല പ്രധാനം. ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു സോറി കൊണ്ട് തീരുവോ? ഇത് തന്നെയല്ലേ അവിടെ ഒനിയൻ സാബും പറഞ്ഞത് മസ്താനി എടുത്ത്. സോറി കൊണ്ട് തീരുവോ? ലക്ഷ്മി എടുത്തും പറഞ്ഞത് ഇത് തന്നെയാണ്, സോറി കൊണ്ട് തീരുവോ? ഇല്ല. തെറ്റ് തന്നെ. കാണിച്ചത് ആ അങ്ങേയറ്റത്തെ പരിപാടിയാണ് കാണിച്ചത്. അപ്പം ഇവിടെ എല്ലാവരും, അപ്പം ആരും പറയുന്നുണ്ട് ഞാനൊരു ജോക്കിന് വേണ്ടിയിട്ട്, തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം ബാക്കിയുള്ളവരെല്ലാം പറയുന്നുണ്ട് എല്ലാവരും പേടിച്ചത്, എല്ലാവരും വാഴകളാണ്, ലാലേട്ടൻ വന്ന് ഫയർ ചെയ്യുമെന്ന് അറിയാം. ഇവരെന്തിനാണ് ഇത് പേടിക്കുന്നത്? നിലപാടിൽ ഉറച്ചു നിൽക്കുക, അതാണ് വേണ്ടുന്നത്. അവിടെ അനുവും അതുപോലെ ബിന്നിയും മാത്രമേ ഉള്ളൂ അത് തെറ്റാണ്, അത് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഇന്റൻഷൻ ആണെന്ന് അവർ മാത്രമാണ് അതിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും അവർ രണ്ടിനെയും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഫയർ ചെയ്യുന്നു 100% നമുക്ക് ഉറപ്പിക്കാം. കാരണം ആര്യൻ അവിടുത്തെ തക്കുടുവാവയാണല്ലോ.
ആര്യനൊന്നും പറയത്തില്ലല്ലോ. അപ്പം ബിന്നിക്കും അനുമോക്കും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നല്ല രീതിയിൽ ഫയറടിച്ച് കിട്ടുമെന്ന് അതിലൊരു സംശയമില്ല. കാരണം അവർ നിലപാടിൽ ഉറച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ വേണം. അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു ഇൻറ്റൻഷനാണ്, അല്ലാതെ അറിയാതെ ചെയ്ത സംഭവമല്ല. അറിയാതെ എങ്ങനെയാണ് നമ്മളിപ്പോൾ അറിയാതെ കയറി ഇരിക്കുന്നതും അറിയാതെ തിരിഞ്ഞു വന്ന് കിടക്കുന്നതൊക്കെയാണ് അറിയാതെ ചെയ്യുന്നത്. ഇത് മനഃപൂർവ്വം ചാടി. അങ്ങനെയാണെങ്കിൽ ഇവൻ നിവിൻ്റെ അടുത്ത് പറഞ്ഞല്ലോ മാറിയിരിക്കും, എണീച്ചു പോകാൻ പറഞ്ഞല്ലോ. അങ്ങനെ അത് റെന ഫാത്തിമ അടുത്ത് പറയാമായിരുന്നല്ലോ. എന്തുകൊണ്ടത് ചെയ്തില്ല? അപ്പോൾ ഇതിനൊന്നും ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്തായാലും രാവിലെ ഇതിനെ പറ്റിയിട്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഫുൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ആകെ നാണക്കേടായി പോയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ആകെ പെട്ട് കിടക്കുവാണ്. കാരണം ഈ ഷോ തുടങ്ങിയതും തൊട്ട് ലാലേട്ടൻ വരുന്നതും വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് സംസാരിക്കുന്ന വിഷയങ്ങൾ ഇതുപോലുള്ള ചീഞ്ഞളിഞ്ഞ വിഷയങ്ങളാണ്. വേറെ ഒരു വിഷയങ്ങളും ഇല്ല. ഒന്നുകിൽ പിടിച്ചു, ഒന്നുകിൽ മാന്തി, തൊട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പം